അദ്ദേഹം ഇവിടെ മുന്നോട്ട് വച്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഹദീസുകള്, അഇമ്മത്തുകളുടെ അഭിപ്രായങ്ങള് എല്ലാം പ്രധാനപ്പെട്ടതാണ്. റജബ് വിത്തിറക്കേണ്ട മാസമാണ്. ശഅബാൻ നട്ടു നനയ്ക്കേണ്ട മാസമാണ്. റമദാൻ ശഅബാനിൽ റജബിൽ വിത്തിറക്കി ശഅബാനിൽ നട്ടു നനച്ച് വളർത്തിയ കൃഷിയിടങ്ങളിൽ നിന്ന് വിളവ് കൊയ്തെടുക്കേണ്ട മാസമാണ്. റജബുൻ ശഹ്റുല്ലാഹ് വശഅബാനു ശഹ്രി വറമദാനു ശഹ്റു ഉമ്മത്തി എന്ന് മുത്തുനബി പറഞ്ഞതിന്റെ താല്പര്യവും അങ്ങനെ വിശദീകരിക്കപ്പെടാവുന്നതാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കയറുന്നില്ല, കാരണം എന്റെ മുമ്പിലുള്ള വിഷയം വളരെ വിശാലമാണ്. ഇന്നിവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രാ ആണ്. നാളെ മിഅ്റാജും പറയാം, ഇന്ന് ഇസ്രാ പറയാം. ഓൺലൈനിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ, അടുത്ത് കഴിഞ്ഞ ആഴ്ചയിൽ അവർ കേട്ടതും പരിചയപ്പെട്ടതുമാണ് 5 ദിവസം നീണ്ടു നിൽക്കുന്ന വിരിപ്പാടത്ത് അവതരിപ്പിച്ച ഇസ്രാവും മിഅ്റാജും. അതിൽ 3 ദിവസം ഇസ്രാവും 2 ദിവസം മിഅ്റാജുമാണ് അവതരിപ്പിച്ചത്. സത്യത്തില് ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഒന്ന് ഇറങ്ങി തിരിച്ചപ്പോഴാണ്, ഒരന്വേഷണത്തിന് തയ്യാറായപ്പോഴാണ്, കിതാബുകൾ മുമ്പിൽ നിവർത്തി വെച്ചപ്പോഴാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടത്. 5 അല്ല 10 ദിവസം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലും എവിടെയും എത്തിക്കാൻ കഴിയില്ല, അത്രയും വിശാലമാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെ പറയാൻ മാത്രം എന്താ ഉള്ളത് എന്ന് സംശയിച്ചേക്കാം. വിശദീകരണങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ പോവുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഇസ്രാഇന്റെ 1-ാമത്തെ വചനത്തിലാണ് അല്ലാഹു തആല ഇസ്രാഇനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആദ്യം ഇസ്രാവും മിഅ്റാജും എന്താണെന്ന് ആദ്യം ഒന്ന് പറയട്ടെ. ഇസ്രാ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന്, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലെ ഹറമാകുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക്, പലസ്തീനിലെ ഹറമാകുന്ന മസ്ജിദുൽ അഖ്സ അല്ലെങ്കിൽ ബൈത്തുൽ മുഖദ്ദസ്, അതിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അള്ളാഹു നടത്തിച്ച യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. രാത്രി സഞ്ചരിപ്പിക്കുക എന്നാണ് ഇസ്രാ എന്നതിന്റെ അർത്ഥം. അല്ലാഹു തആല മുത്തുനബിയെ കൊണ്ടുപോയത് രാത്രിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് രാപ്രയാണം എന്ന് അതേക്കുറിച്ച് പറയാൻ കാരണം. അപ്പോൾ മക്കയിൽ നിന്ന് പലസ്തീനിലേക്കുള്ള രാപ്രയാണത്തിനാണ് ഇസ്രാ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരല്പസമയം തങ്ങി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ദീനി ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുള്ള, ദഅവത്തിന്റെ ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി അള്ളാഹുവിന്റെ ഹബീബ് ഇവരുടെയൊക്കെ ആശീർവാദങ്ങളോടെ അങ്ങ് ആകാശത്തേക്ക് കയറിപ്പോവുകയാണ്. ശരിക്കും മനസ്സിലാക്കണം, ഇസ്രാ എല്ലാ നബിമാരും നടത്തിയിട്ടുണ്ട്. ഇസ്രാ എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാ. ബുറാഖ് എന്ന മൃഗം, ആ വാഹനം
അത് എല്ലാ നബിമാർക്കും ഉണ്ടായിരുന്നോ ഇല്ലേ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നത് ബുറാഖ് എന്ന മൃഗവും ആ വാഹനവും എല്ലാ നബിമാരും ഇസ്രായേലിൽ ഉപയോഗിച്ച വാഹനം തന്നെയാണ്. പക്ഷേ തിരുനബിയുടെ ബുറാഖിന്റെ സ്പീഡ്, അതിന്റെ പ്രത്യേകത, അത് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. അത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. മറ്റു ഇമാമിങ്ങളൊക്കെ പറയുന്നത് നബിതങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് ബുറാഖ് എന്നാണ് പറയുന്നത് ഇസ്രായേൽ. അങ്ങനെ ഏതാവട്ടെ, ഇങ്ങനെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള ഈ രാത്രി യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് അവിടുത്തെ സ്വീകരണമൊക്കെ കഴിഞ്ഞ് പിന്നീട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുന്നോട്ട് പോവുകയാണ്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ എങ്ങോട്ടാ കയറുന്നത്? വാനലോകത്തേക്ക് കയറുകയാണ്. നമുക്കൊക്കെ അറിയാം, 32 കിലോമീറ്റർ മാത്രമാണ് മുകളിലേക്ക് ഓക്സിജൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ ജീവവായു ഇല്ല. എന്നാൽ അത്രയും ദൂരം മനുഷ്യന് നഗ്ന ബോഡിയുമായിട്ട് സഞ്ചരിക്കാൻ പറ്റുമോ? പറ്റൂല. ശാസ്ത്രം പറയുന്നത് ഒരു 13-14 കിലോമീറ്റർ നല്ല പ്രതിരോധ ശേഷിയുള്ളവന് പോകാനോ. അത് കഴിഞ്ഞാൽ പിന്നെ കരക്കത്ത് പിടിച്ചിട്ട മത്സ്യം പിടക്കും പോലെ പിടക്കും, ശ്വാസം കിട്ടൂല. മേലോട്ടുയർന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഹബീബ് 32 കിലോമീറ്റർ അല്ല, ആ ആകാശങ്ങൾ മുഴുവനും താണ്ടിയിട്ട് ഒന്നാനാകാശത്ത് പോയി. ഈ ഭൂമിയിൽ നിന്ന് ഒന്നാനാകാശം എന്ന അതിർത്തിയിലേക്ക്, നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാനാകാശം എന്ന അതിർത്തിയിലേക്ക് എത്ര ദൂരമുണ്ട്? ശാസ്ത്രത്തെ ഒരിക്കലും നിങ്ങൾ ആസ്പദിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? ശാസ്ത്രം സൂര്യനിലേക്കുള്ള വഴി പറയും, ദൂരം പറയും. സൂര്യനിലേക്കുള്ള ദൂരം പറയും. ആ പറഞ്ഞ സംഗതികളൊക്കെ ഒന്നാനാകാശത്തിന്റെ ചുവട്ടിലാണ്. ഒന്നാനാകാശത്തേക്കുള്ള ദൂരം അതാര് പറയണം? ഒന്നാനാകാശത്തേക്ക് സൂര്യനിലേക്കുള്ള ദൂരം പറയുന്നത് 15 കോടി കിലോമീറ്ററാണ് ഭൂമിയിൽ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആകാശത്തേക്കുള്ള ദൂരം ആര് പറയണം? അത് മുത്തുനബി പറയുന്നതാണ്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്തിമ തീരുമാനം. എന്തേ അങ്ങനെ പറഞ്ഞ് ഒഴിയാൻ കാരണം? കാരണം ശാസ്ത്രം 7 ആകാശമുണ്ട് തന്നെ സമ്മതിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ വിഷയത്തിലൊക്കെ നമ്മൾ ശാസ്ത്രത്തെ ആസ്പദിക്കുക? 7 ആകാശം ഉണ്ട് എന്നുള്ളിടത്തേക്ക് ഇപ്പോഴും നമ്മുടെ ഭൗതിക ശാസ്ത്രം എത്തിയിട്ടില്ല. ഒരാകാശമേ ഉള്ളൂ എന്നാ പറയുന്നത്. അത് തന്നെ എന്താതൊരു പിടുത്തവും കിട്ടിയിട്ടില്ല. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ഒന്നിനു മുകളിൽ ഒന്ന്, അതിനു മുകളിൽ ഒന്ന്, അതിനു മുകളിൽ ഒന്ന്, തട്ടായിട്ട് 7 ആകാശങ്ങളുണ്ടാകും. ഓരോന്നിന്റെയും ഇടയിൽ ഭൂമിയിൽ നിന്ന് ഒന്നാനാകാശത്തേക്കുള്ള ദൂരം മുത്തുനബി പറഞ്ഞു 500 ആം, 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. 500 കൊല്ലത്തെ വൈദൂരമുണ്ട്. അടുത്ത ആകാശത്തേക്കും അങ്ങനെ ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത ആകാശത്തേക്കും അങ്ങനെയുണ്ട്. ഇങ്ങനെ വരുമ്പോ 10,3500 കൊല്ലത്തെ വൈദൂരം ഉണ്ടാകും. ഇതൊക്കെ നടക്കുന്നത് എപ്പോഴാ? ഒരു രാത്രിയുടെ സ്വൽപ്പ സമയം കൊണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് വെളുക്കുന്നതിന്റെ മുമ്പ് പോയ വീട്ടിൽ തന്നെ തിരിച്ചു വന്ന് ഉറങ്ങുന്നു. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശത്രുക്കൾക്ക് അത് വിശ്വസിക്കാൻ കഴിയാതിരുന്നത്. ഒപ്പമുള്ളവർക്കും അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായത്. അന്നത് വിശ്വസിക്കാൻ ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ഞാൻ പറഞ്ഞപ്പം ഒന്ന് മുഖം ചുളിക്കാതെ അത് വിശ്വസിച്ചവർ കുറവാണ്. പിന്നെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോഴാണ് അവർ വിശ്വസിച്ചത് എന്ന് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ഒപ്പുള്ളവർ തന്നെ. പക്ഷെ അന്ന് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം ഞാൻ പറയുന്നതോട് കൂടെ ഒരു വിഷമവുമില്ലാതെ, ഒരു വിമ്മിട്ടവും കാണിക്കാതെ അത് സ്വീകരിച്ചത് എന്റെ കൂട്ടുകാരൻ അബൂബക്കറിന് സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് സിദ്ദീഖ് സിദ്ദീഖായത്. സിദ്ദീഖ് സിദ്ദീഖാകുന്നത് അന്നാണ്. അബൂബക്കർ എന്ന പേര്
സുദ്ദീഖ് എന്ന പേരായി മാറുന്നത് ഈ സംഭവത്തെ തുടർന്നാണ് എന്ന് മഹാന്മാർ എഴുതുന്നത് കാണാം. കാരണം എന്തും വിശ്വസിക്കാൻ പറ്റാവുന്നയാള് എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻഷാ അല്ലാഹ് അതിലേക്കൊക്കെ വരുന്നു. ഇതെന്താ സംഭവം, ശാരീരികമാണോ അല്ലയോ എന്നൊക്കെ ചർച്ചയിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. പക്ഷെ ഞാൻ ആദ്യം ഇസ്രാ എന്ത് മേറാജ് എന്ത് എന്ന് പറയാനാണ് ആദ്യം ഈ ആമുഖം പറഞ്ഞത്. അങ്ങനെ 7 ആകാശങ്ങൾ കീഴടക്കി അതിന്റെ അപ്പുറത്തേക്കും സിദ്റത്തുൽ മുന്തഹയൊക്കെ പോയി സന്ദർശിച്ച് അള്ളാഹുവിനെ കണ്ടു തിരിച്ചു വന്ന സയ്യിദുനാ റസൂലുള്ളാഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കാം. എത്രയാണ് ആ ഹബീബിന്റെ പവർ, ആ ഹബീബിന്റെ പവർ എത്രയാണ് ശരിക്ക് ചിന്തിക്കണം. ഈ 2 യാത്രകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മേറാജ. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഇസ്രാ നോമ്പ് എന്നല്ല പറയല്, മേറാജ് നോമ്പ് എന്ന് അറിയാം. ഇസ്രാ മേറാജ് ഒപ്പം നടന്ന സംഭവം. അതിനെ ചുരുക്കിയിട്ട് ഇസ്രാ എന്ന് ചുരുക്കി പറയാം, മേറാജ് എന്നും ചുരുക്കി പറയാം. സംഗതി രണ്ടും രണ്ടാ. മേറാജ് എന്ന് പറഞ്ഞാൽ ആകാശാരോഹണാണ്. അത് രാത്രി പോയി എന്ന് പറയാൻ തന്നെ പറ്റൂല. ആകാശാരോഹണത്തെ പറ്റി ആകാശത്തേക്ക് കയറുന്നത് രാത്രി പോയി എന്ന് പറയാൻ പറ്റുമോ? എന്താ രാത്രി എന്ന് പറഞ്ഞാൽ? ഇരുട്ട് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ നിഴല് പൊങ്ങി നിൽക്കുന്നതല്ലേ ഇരുട്ട്. ഭൂമിയുടെ നിഴല് പൊങ്ങി നിൽക്കുന്നതല്ലേ ഇരുട്ട്. അതിനൊരു പരിധി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചാ. അതുകൊണ്ടാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി എന്ന് പറഞ്ഞ സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്തിൽ ഇസ്രാഇനെ ഒതുക്കി വെച്ചു. ഇസ്രാഇനെ ഒതുക്കി വെച്ചു. പിന്നെയോ മിഅ്റാജിന്റെ വിശേഷങ്ങൾ, ആകാശത്ത് പോയതും പടച്ചോനെ കണ്ടതും ജിബ്രീലിനെ കണ്ടതും, ജിബ്രീലിനെ യഥാർത്ഥ കോലത്തിൽ കണ്ടതും, അല്ലാതെ ഭൂമിയിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട്, ഭൂമിയിൽ നിന്നും ഒരിക്കൽ യഥാർത്ഥ കോലത്തിൽ കണ്ടിട്ടുണ്ട്. ഏതാവട്ടെ, അതൊക്കെ എവിടെ പറയുന്നുണ്ട്? സൂറത്തുൻ നജ്മിൽ പറയുന്നുണ്ട്. എന്തിനാ ഇതിനെ സൂറത്തുൻ നജ്മിലേക്ക് മാറ്റിയത്? ഇതിനോട് തുടർന്ന് പറയലല്ലായിരുന്നോ ഭംഗി? ഇതിനോട് തുടർന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിൽക്കാലത്ത് ഒരാൾക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അസ്റാ ബി അബ്ദിഹി എന്നതിനെ പറ്റി പറഞ്ഞത് ശരിയായില്ല. കാരണം രാത്രി കൊണ്ടുപോയി എന്നത് എങ്ങനെയാ ആകാശത്തേക്ക് കയറുമ്പോൾ സാധ്യമാകുക എന്ന് ചോദിച്ചിട്ട് ഖുർആനിന് ഗോളശാസ്ത്രം അറിയൂല, ഇത് മുഹമ്മദിന്റെ സ്വന്തം സൃഷ്ടിയാന്ന് പറയുന്നവർക്ക് ഒരാക്കം കിട്ടുമായിരുന്നു. കണ്ടോ നിങ്ങൾ? അതൊക്കെ തെറ്റിച്ചു. ഗോളശാസ്ത്രങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളും ഉണ്ടാക്കിയ, ആകാശത്തെ പടച്ച, ഭൂമിയെ പടച്ച, ലോകത്തുള്ള സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ച റബ്ബിന്റെ കലാമാണ്, വചനമാണ് ഖുർആൻ എന്നതുകൊണ്ട് ഇസ്രായിനെ പറ്റിയത് ഇസ്രാ സൂറത്തിലിട്ടു. മിഅ്റാജ് അത് സൂറത്തുൻ നജ്മിലേക്ക് മാറ്റി വെച്ചു. അത് രണ്ടും സ്ഥാന വ്യത്യാസം വരുത്താനുള്ള കാരണം അതാണ്. നമുക്ക് ഏതായാലും മിഅ്റാജ് പിന്നെ വിശാലായിട്ട് പറയാം. നല്ല വിശേഷങ്ങളാണ് ആകാശത്തേക്കുള്ള കയറ്റം. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യാം, ഇസ്രാ ഒന്ന് പറയാം. സൂറത്തുൽ ഇസ്രായിൽ ഉള്ള ഈ വചനങ്ങളെ ഒന്ന് പരിചയപ്പെടുകയാണ്. ഒറ്റ ആയത്ത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹ്, ഞങ്ങൾ ഇത്ര ദിവസം, 5 ദിവസം അനുവദിച്ചാലും ഈ വിഷയങ്ങളൊന്നും പറഞ്ഞു ഇസ്രാ മാത്രം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം ഇസ്രാ ഒരു പിക്നിക്, ഒരു ഉല്ലാസയാത്രയായിരുന്നില്ല. മറിച്ച് അത് ഒന്നാം തരം ഒരു സ്റ്റഡി ടൂറായിരുന്നു, പഠനയാത്രയായിരുന്നു. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞത് തിരുനബിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റായ ഒരു പഠനയാത്രയായിരുന്നു അത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആയത്തിന്റെ അർത്ഥം ഒന്ന് ആദ്യം കൊണ്ട് പറയാം, എന്നിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം. സുബ്ഹാനല്ലദീ, ഒരുത്തനെത്ര പരിശുദ്ധനാണ്, അസ്റാ ബി അബ്ദിഹി, അവന്റെ അടിമയെ അവൻ രാത്രി സഞ്ചരിപ്പിച്ചു. തന്റെ അടിമയെ
രാപ്രയാണം ചെയ്യിപ്പിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയുടെ ചെറിയ ഒരു ഭാഗം കൊണ്ട് തന്റെ അടിമയെ സഞ്ചരിപ്പിച്ചു. മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. മിനൽ മസ്ജിദിൽ ഹറാം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, ഇലൽ മസ്ജിദിൽ അഖ്സ എൻഡിംഗ് പോയിന്റ് ആണ്. തുടക്കം എവിടെ നിന്നാണ്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടങ്ങി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ വരെ കൊണ്ടുപോയി. ഈ യാത്ര നടത്തിച്ച റബ്ബ് എത്ര പരിശുദ്ധനാണ്. ഈ യാത്ര റസൂലുള്ളാഹിക്ക് സാധ്യമാക്കി കൊടുത്ത അല്ലാഹു സംഭവ ബഹുലമല്ലയോ? അല്ലാഹു ചോദിക്കാം, എന്തിനാണ് ഇങ്ങനെ ഒരു യാത്ര നടത്തിയത്? മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സ ലക്ഷ്യം വെച്ചിട്ട് ഒരു നീണ്ട യാത്ര. ഒരിക്കലും മനസ്സിലാക്കരുത് കേട്ടോ, മസ്ജിദുൽ ഹറാം എന്ന് വണ്ടിയാണ്ട് കയറി ബുറാക്കുമിലാണ്ട് കയറി ബൈത്തുൽ മുഖദ്ദസിലാണ്ട് ഇറങ്ങി അല്ല. അതിന്റെ ഇടയിൽ ഇടത്താവള ലാൻഡിങ്ങുകൾ കുറെ ഉണ്ട്. ഇടത്താവളങ്ങളിലൊക്കെ പലയിടത്തും ഇറങ്ങുന്നുണ്ട്. നമ്മള് മുമ്പ് കേട്ട് കേരളമാകെ ഇളകി മറിഞ്ഞ ഒരു യാത്രയുണ്ടായിരുന്നു, കേരള യാത്ര. എല്ലാവർക്കും പരിചയമുണ്ടാവും. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കേരള യാത്ര എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കിയൊരു സംഭവമാണ്. അതിനെ അവഗണിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയും വലിയൊരു യാത്രയായിരുന്നു, എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട ഒരു യാത്ര. ഈ യാത്ര കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര നയിക്കുമ്പോൾ ഉസ്താദ് കാസർഗോട്ട് നിന്ന് വണ്ടി കയറിയിട്ട് നേരെ തിരുവനന്തപുരത്ത് പോയി ഇറങ്ങിയിട്ട് അത് സമാപിക്കുകയല്ല. ഇടത്താവളങ്ങളിൽ സ്വീകരണങ്ങളില്ലാത്തവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പോകേണ്ടി വരും. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇടത്താവളങ്ങളിലൊക്കെ ഇറങ്ങണം. എത്ര സ്ഥലത്താണ് സ്വീകരണങ്ങൾ കിട്ടിയത്? അവിടെയൊക്കെ എന്തൊക്കെ സംഭവ ബഹുലമായ സംഭാവനകൾ ആ ഒരു യാത്രയിലൂടെ ആ വലിയ മനുഷ്യൻ ഈ രാജ്യത്തിന് നൽകി, ഈ പ്രസ്ഥാനം നൽകി എന്നതുപോലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തുടക്കമാണ്, അവസാനിക്കുന്നത് ബൈത്തുൽ മുഖദ്ദസിലാണ്. അതിനിടയിൽ കുറെ ഇടത്താവള ലാൻഡിങ്ങുകളുണ്ട്. അതാണ് എന്റെ പ്രസംഗത്തിൽ ഇന്ന് കടന്നു വരാൻ പോകുന്ന ഭാഗങ്ങൾ. ഇത് നമ്മൾ സാധാരണ കേൾക്കാറില്ല. നമ്മൾ കേൾക്കും മസ്ജിദുൽ ഹറാമിൽ തുടങ്ങി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി. അതല്ല, അത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും പറഞ്ഞതാ. എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിച്ചു, മിൻ ഇല, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വിചാരിച്ച് അങ്ങനെയാണ് ആ യാത്ര എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അത് ഏത് യാത്രയുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഏത് യാത്രയുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, എപ്പോഴും ആലോചിക്കേണ്ട സംഗതിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്ന് പറഞ്ഞിടത്ത് ഈ യാത്ര സാധിപ്പിച്ചെടുത്ത അള്ളാഹുവിന്റെ മഹത്വമാണ് അള്ളാഹു പറയുന്നത്. ചില ആളുകൾ ഇങ്ങനെ ഒരു യാത്ര ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. നമ്മൾ ആയത്തിന്റെ അർത്ഥം വെച്ച് തീർന്നില്ല അല്ലെ, ഒരല്പവും കൂടെ ഉണ്ട്, അതും കൂടെ പറയട്ടെ. മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയി. എന്തിനാ മസ്ജിദുൽ അഖ്സ അവസാന പോയിന്റ് ആയിട്ട് തെരഞ്ഞെടുത്തത്, അവിടെ സമാപിക്കാൻ തെരഞ്ഞെടുത്തത് എന്തിനാ? അല്ലദീ ബാറക്നാ ഹൗല, തീർച്ചയായും ആ മസ്ജിദുൽ അഖ്സക്ക് ചുറ്റും നമ്മൾ പുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ പുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയത്. മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോകാൻ കാരണം ആ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും നമ്മൾ പുണ്യം ചൊരിഞ്ഞിട്ടുണ്ട് അള്ളാഹു പറയാം. അതുകൊണ്ടാണ് അങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം. എന്താണ് ആ പുണ്യം? ഇൻഷാ അല്ലാഹ് അതൊക്കെയാണ് നമ്മുടെ ചർച്ചയിൽ കടന്നു വരാനിരിക്കുന്നത്. എന്താണ് ആ പുണ്യം? ലിനുരിയഹു മിൻ ആയാതിനാ, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോയത്? ഇങ്ങനെ ഒരു യാത്ര നടത്തിയത് എന്തിനാ? ബൈത്തുൽ മുഖദ്ദസിൽ അവസാനിപ്പിച്ചത് അവിടെ പുണ്യമുള്ളത് കൊണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ എന്തൊക്കെയോ ഉണ്ട്. പല സ്ഥലങ്ങളിലും ലാൻഡ് ചെയ്തിട്ടാണല്ലോ ഈ യാത്ര പോയത്. വെറുതെ അങ്ങനെ അങ്ങോട്ട് പോവല്ല ചെയ്തത്, നേരെ അങ്ങ് പോവല്ല ചെയ്തത്.
മദീനയിൽ ഇറങ്ങുന്നുണ്ട്, മദീനയിൽ ഇറങ്ങുന്നുണ്ട്, തൂരിസീന ബൈത്തുൽ ലഹ്മിൽ ഇറങ്ങുന്നുണ്ട്, തൂരിസീനയിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പോവാണ്, എല്ലായിടത്തും ഇറങ്ങി കയറി ഇങ്ങനെ പോവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ എന്തിനാ? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ മഹാത്ഭുതങ്ങളിൽ പലതും, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ പലതും, അത്ഭുതങ്ങൾ പലതും മുഹമ്മദുനിൽ മുസ്തഫാക്ക് കാണിക്കാനാണ്, എന്റെ അടിമക്ക് കാണിച്ചു കൊടുക്കാനാണ് എന്റെ അബ്ദിനെ ഞാൻ കൊണ്ടുപോയത്. ലിനുരിയഹു മിൻ ആയാതിനാ. അപ്പൊ വീണ്ടും ചോദ്യം വരുന്നു, എന്താപ്പോ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ നിന്റെ ഈ അബ്ദിനായിട്ട് കാണിച്ചു കൊടുക്കണം? വേറെ പല ഇബാദുകളും ചോദിച്ചല്ലോ. ഇബ്രാഹിം നബി കെഞ്ചി ചോദിച്ചു, പടച്ചോനെ നിന്നെ ഒന്ന് കാണാൻ പൂതിയുണ്ട്, കാട്ടിത്തരുവോ? കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ചോദിച്ചു, പടച്ചോനെ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. കാണിച്ചു കൊടുത്തിട്ടില്ല, അവർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് മാത്രം, ഈ ഹബീബിന് മാത്രം നീ കൊണ്ടുപോയി കാണിക്കാൻ എന്താ കാരണം എന്നൊരു ചോദ്യം സ്വാഭാവികമാണല്ലോ. അതിന് മറുപടിയാണ് അല്ലാഹ് പറയുന്നത്. ദിനുരിയഹു മിൻ ആയാതിനാ കഴിഞ്ഞ ഉടനെ പറയുന്നത് കാണാം, ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. ശരിയാണ്, മൂസാ നബി അലൈഹിസ്സലാം എന്നോട് ആഗ്രഹം പ്രകടിപ്പിച്ചു, റബ്ബേ നിന്നെ ഒന്ന് കാണണം. ഞാൻ മൂസാ നബിയോട് മറുപടി പറഞ്ഞു, ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ആയത്ത് വിശദീകരിച്ചിട്ട് പറയാണ്, അള്ളാനെ കാണാൻ പറ്റൂല എന്നല്ല പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ഇന്നീ ലൻ ഉറാ, എന്നെ കാണപ്പെടില്ല എന്നാണല്ല പറയേണ്ടത്. എന്നെ കാണാൻ കഴിയില്ല എന്നാ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്, മറിച്ച് ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൂക്ഷ്മമായ, വളരെ സൂക്ഷ്മതയുള്ള ഒരു പ്രയോഗം അല്ലാഹു നടത്തിയത്? ഇമാം റാസി പറയാണ്, അതില് സൂചന ഉണ്ട്, എന്നെ കാണാൻ പറ്റുന്ന ഒരു പടപ്പ് വരാൻ പോകുന്നുണ്ട്. ഇന്നക ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂല, കാണാൻ പറ്റുന്നവർക്ക് പറ്റും. അങ്ങനെ ഒരു പടപ്പോടെ വരാൻ പോകുന്നുണ്ട് എന്നുള്ള സൂചന കലീമുല്ലാഹി മൂസാ അലൈഹി ഇസ്ലാമിന് നൽകുകയാണ് അല്ലാഹു. ഏതാവട്ടെ മൂസാ നബി അലൈഹി ഇസ്ലാം നിർബന്ധം പിടിച്ചു, പടച്ചോനെ ഒന്ന് കാണണം. നിങ്ങൾക്കിത് പറഞ്ഞിട്ട് ബോധ്യപ്പെടുന്നില്ലേ? എന്നാ തൂരിസീന പർവ്വതത്തിലേക്ക് നിൽക്കൂ എന്ന് പറഞ്ഞു. നിർത്തി. അള്ളാഹുവിന്റെ 100 തജല്ലിയുടെ ഒരു ഭാഗം കണ്ടില്ല, കാണാൻ ഒരുങ്ങുമ്പോഴേക്ക് മൂസാ നബി അലൈഹി സ്വലാം ബോധരഹിതനായി വീണു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ഹറ മൂസ സ്വാഇഖ. മൂസാ നബിക്കാണ് ബോധ്യപ്പെട്ടത് താങ്ങൂല, നമ്മളെ കണ്ണിന് അതിനുള്ള പവറില്ല എന്നങ്ങോട്ട് ബോധ്യപ്പെട്ടു. അതേ സമയത്ത് ഈ അടിമക്ക് എന്തുകൊണ്ടാ കാണിച്ചു കൊടുത്തത് എന്ന് അല്ലാഹ് പറയുന്നത് നോക്ക്. ഇന്നഹു, കാരണം ഞാൻ കൊണ്ടുപോകുന്ന ഈ അടിമ, ഹുവസ് സമീഉൽ ബസീർ, എന്തും കേൾക്കാനും കാണാനും കെൽപ്പുള്ളയാളാണ്. എല്ലാവർക്കും എല്ലാം കാണിക്കാൻ പറ്റില്ല, എല്ലാവർക്കും എല്ലാം കേൾപ്പിക്കാൻ പറ്റില്ല. ചില രംഗം കണ്ടാൽ സ്പോട്ടിൽ മരിച്ചു വീഴും. ചില വാർത്തകൾ കേട്ടാൽ താങ്ങാനാവാതെ ഹാർട്ട് അറ്റാക്ക് ആകും. അങ്ങനെയൊന്നും എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക്, എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴേക്ക് അത് ബോധം കെട്ട് വീഴുന്ന ആളല്ല മുഹമ്മദുൽ മുസ്തഫ. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പല മഹാന്മാരും പറഞ്ഞു, ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു ഉണ്ട്, അതുപോലെ മറ്റു പലരും ഉണ്ട്. പല മഹാന്മാരും പറഞ്ഞു, ഇന്നഹു എന്ന് പറഞ്ഞ ആളമീർ, തീർച്ചയായിട്ടും അവൻ എന്ന് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തും. മലയാളത്തിൽ പറയുമ്പോൾ ആ സർവനാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവാണോ അബ്ദാണോ എന്നൊരു തർക്കമുണ്ട്. അവിടെ മഹാന്മാരിൽ ബഹുമാനപ്പെട്ട ഇമാം സാവിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്, വേറെയും മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്, അല്ലമീറു യർജിഉ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. എന്തുകൊണ്ടാ വേറുള്ളവർക്കൊന്നും കാണിച്ചു കൊടുക്കാതെ ഈ ആൾക്കായിട്ട് കാണിച്ചു കൊടുത്തത്? അള്ളാഹുവിനെന്തും കാണാനും കേൾക്കാനും കഴിയും, അതുകൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നതിലേറെ ഫിറ്റ്
വിഷയത്തോട് പൊരുത്തപ്പെടുന്നത്. ഈ ആബദ് എന്തും കാണാനും കേൾക്കാനും കെൽപ്പുള്ള ആളാ, എന്തും കാണാനും കേൾക്കാനും പറ്റുന്ന ആൾക്കല്ലേ എന്തും അങ്ങ് കാണിച്ചു കൊടുക്കാവൂ. അപ്പോ അത് കാണിച്ചു കൊടുത്തു, എല്ലാം കാണിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ആ ചർച്ചയിലേക്കാണ് ഇനി നമ്മൾ കടന്നു വരുന്നത്. മിഅ്റാജ്, ഇസ്രാ മിഅ്റാജിന്റെ വലിപ്പം മനസ്സിലാക്കാൻ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ എന്നുള്ള ആ അർത്ഥം മാത്രം മതി. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, നബി ആരാന്ന് മനസ്സിലാവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ഒരു മനുഷ്യനല്ല. ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ, അത് തന്നെ പോരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എമ്പാടും തെളിവ്. ഈ സംഭവത്തിന്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നത് അതാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി. ഇനി ഈ യാത്രയെക്കുറിച്ച് ഇത് ശാരീരികമായിരുന്നോ അതോ ആത്മീയമായിരുന്നോ എന്നുള്ളൊരു തർക്കം. സാധാരണഗതിയിൽ നമ്മൾ ഈ മാസമാകുമ്പോ ഇങ്ങനെ കേട്ടുവരുന്നൊരു ഒച്ചപ്പാടാണ്, ഇസ്രാവും മിഅ്റാജും സ്വപ്നായിരുന്നു എന്ന് പറയും വിദഗ്ധർ. നമ്മൾ പറഞ്ഞു സ്വപ്നല്ല, അത് ശരിക്കും നടന്ന യാത്ര തന്നെയാണ്, ശാരീരികമായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിലുള്ള വിഷയം എന്തായിരുന്നു? അങ്ങനെ വേണം പറയാൻ. എന്തായിരുന്നു വിഷയം? ഇത്രയും ദൂരം 1.5 മാസക്കാലം എന്നും 1 മാസം എന്നും അഭിപ്രായമുണ്ട്. ഏതാട്ടെ, 45 ദിവസം 30 ദിവസം വാഹനപ്പുറത്തിരുന്നിട്ട് യാത്ര ചെയ്യണം, ഒട്ടകപ്പുറത്തിരുന്നിട്ട്. ശരി, ഇറങ്ങിയും കയറിയൊക്കെ അങ്ങനെ വിശ്രമിച്ചൊക്കെ അങ്ങനെ പോകുമ്പോഴുള്ള ദൂരാണ് ആ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇവര് മക്കത്തുനിന്ന് പലസ്തീനിലേക്ക് പോവുകയാണെങ്കിൽ 1.5 മാസക്കാലത്തെ ദൂരമുണ്ട്. അത് ഏതാനും മണിക്കൂറുകളെ കൊണ്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് സ്വപ്നല്ലാതെ അതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക? ഇത്ര പെട്ടെന്ന് ഇതൊക്കെ എങ്ങനെയാ നടക്കുക എന്നുള്ളതാ ചോദ്യം. അത് പറഞ്ഞുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ ഒരുങ്ങിയത്. പിന്നെ അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോ നമ്മൾ ഇതിന്റെ തെളിവുകളൊക്കെ അങ്ങനെ പറഞ്ഞു. നിങ്ങൾ അങ്ങനെ പറയരുത്. സുബ്ഹാനല്ലദീ, അല്ലാഹ് പറയുന്നു, ഇത്രയും ദൂരത്തേക്ക് മുത്തുനബിയെ കൊണ്ടുപോയ അല്ലാഹു എത്ര പരിശുദ്ധനാണ്. സംഭവ ബഹുലമായി അവതരിപ്പിക്കുകയാണ്. സ്വപ്നം കാണിച്ചു കൊടുത്തതാണെങ്കിൽ അതിലിപ്പോ എന്തത്ര സുബ്ഹാന പറയാൻ മാത്രം വകുപ്പുള്ളത്? അത്ഭുതപ്പെടാൻ. സ്വപ്നം എന്താ കണ്ടുകൂടാത്തത്? എത്ര ദൂരത്തേക്കാ പോയി കൂടാത്തത്? ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന ആളുകളുണ്ടാവും ചിലപ്പോ സദസ്സില്. സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് ഇന്നലെ രാത്രി ഭാര്യയോടൊപ്പം കിടക്കുന്നിടത്തുനിന്ന് സൂപ്പർ മാർക്കറ്റില്, ഗൾഫിലെ സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇതൊരു വിദൂര സംഗതിയാണോ? എന്നിട്ട് മൂപ്പര് പിറ്റേന്ന് പീടികയിൽ ഇറങ്ങിയിട്ട് പറയാ സുബ്ഹാനല്ലദീ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാല് മൂപ്പരം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടേയാക്കൂലേ? നിങ്ങൾക്ക് കേൾക്കണോ? ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ, എന്റെ ജിദ്ദയിലെ സൂപ്പർ മാർക്കറ്റിൽ പോയി കച്ചവടം ചെയ്തു തിരിച്ചു വന്നു. രാത്രി തന്നെ തിരിച്ചും വന്നുവാർ. ആരെങ്കിലും ഉൾക്കൊള്ളൂ അത്? ഖുർആൻ എത്ര ചെറുതാക്കാണോ അവര്? ഖുർആൻ ഈ സംഭവത്തെ സംഭവബഹുലമായിട്ടാണ് അവതരിപ്പിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഒന്ന് ഈ അത്ഭുതത്തിന്റെ പ്രയോഗം തന്നെ ഇത് ശാരീരിക യാത്രയായിരുന്നു എന്നതിന്റെ തെളിവാണ്. രണ്ടാമത്തേത്, എനിക്കതിലേറെ ഇഷ്ടപ്പെട്ടത് ഇമാം റാസിയുടെ ആ അവതരണമാണ്. ഇമാം റാസി പറയാണ്, ഇത് ശാരീരികമാണ് എന്ന് ഏത് മണ്ടനും സമ്മതിക്കുന്ന ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് മഹാനവറുകൾ പറയാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാത്ര തന്റെ അനുയായികൾക്കിടയിൽ വന്ന് അവതരിപ്പിക്കുകയാണ് പിറ്റേന്ന്. അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ പറയണം, ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. ഔദ്യോഗിക തുടക്കം മസ്ജിദുൽ ഹറാം എന്ന് മിനൽ മസ്ജിദുൽ ഹറാം പറഞ്ഞത്. അതിന്റെ മുമ്പ് അനൗദ്യോഗികമായ തുടക്കം ഉമ്മുഹാനിന്റെ വീട്ടിൽ നിന്നാണ് തുടങ്ങിയത്. പറഞ്ഞുതരാം, യാത്ര വിശദീകരിച്ചിട്ടില്ല. അതിന്റെ മുമ്പ് ഈ വിഷയം പറയാണ്, ശാരീരികമായിരുന്നോ അതുപോലെ തന്നെ ആത്മീയമായിരുന്നോ എന്ന് പറയാണ്. അപ്പൊ ഉമ്മുഹാനിയോട് വന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്.
എന്ന് പറഞ്ഞപ്പോ ഉമ്മുഹാനി പറഞ്ഞു, ദയവ് ചെയ്ത് മനുഷ്യനോട് ഇത് പറയരുത് ട്ടോ. ഞാനിങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട്, സ്വപ്നം കണ്ടിട്ടുണ്ടെന്നല്ല, ഞാനിങ്ങനെ ഒരു യാത്ര പോയിട്ടുണ്ട്, ഇന്നലെ പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ദയവ് ചെയ്ത് മനുഷ്യനോട് ചെന്ന് പറയരുത്, ഒരു മനുഷ്യനും അത് വിശ്വസിക്കൂല. സ്വപ്നം കണ്ടു എന്ന് പറയാൻ ആരെയാ പേടിക്കേണ്ടത്? നിങ്ങള് 1.5 മാസക്കാലം യാത്ര ചെയ്യേണ്ട ബൈത്തുൽ മുഖദ്ദസിൽ പോയി തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ജനം സമ്മതിക്കൂല. റസൂലുള്ള പറഞ്ഞു, സംഗതിയൊക്കെ ശരിയാണ് ഉമ്മുഹാനി, വിഷയം ശരിയാ, പക്ഷെ അള്ള പറഞ്ഞത് എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അള്ള ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ പോവുകയാണ്, പറയാണ്. അങ്ങനെ നബി തങ്ങൾ ഈ ടെൻഷനോടുകൂടെ ചെന്ന് കഅബാലയത്തിന്റെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുക. എന്ത് ഇത് ഞാൻ പറഞ്ഞാ പഠിച്ചോനെ ഇവരെ പ്രതികരണം എന്തായിരിക്കും? പേടിച്ച് ഭയന്ന്. എന്നാൽ ഇത് പറയാതെക്കാനും വയ്യ. ഇതിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ദുഃഖിതനായി തലക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്ത് ചെയ്യും ആലോചിക്കുകയാണ് മുത്തുനബി. അപ്പോഴാണ് അബൂജഹല് അതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത്. അബൂജഹൽ ഇത് കണ്ടപ്പോ ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈഇൻ ജദീദ്, മുഹമ്മദെ പുതിയത് വല്ലതും ഉണ്ടോ ചോദിച്ചു. നോക്കണം നിങ്ങൾ, ഇതെങ്ങനെയാ പറഞ്ഞാ അവരെന്താ പ്രതികരിക്കുക എന്നാ ഭയത്തിലിരിക്കുമ്പോ അബൂജഹൽ ചോദിക്കാണ്, ഇടക്കിടക്ക് വെളിപ്പാടുണ്ടാണല്ലേ, പുതിയത് വല്ലതും ഉണ്ടോ പറയാനേ. അതും കൂടെ ചോദിക്കുമ്പോ എത്ര കണ്ട് തകരും, കാരണം പറയാനുള്ളത് പുതിയത് തന്നെയാണ്, ഇവര് കളവാക്കുന്ന ഉറപ്പുമാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ അതെ ഉണ്ട്, പുതിയ വിശേഷമുണ്ട്. അതെന്താന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ബുറാഖ് എന്ന വാഹനപ്പുറത്ത് അള്ളാഹു എന്നെ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയി. അബൂജഹൽ ചോദിച്ചു, തന്നെയോ? ഇവനിന് ഇത്ര വലിയൊരു ചാകര കിട്ടാനില്ല. തന്നെയോ? ആ അതെ, കൊണ്ടുപോയി. എന്നിട്ട് വെളുക്കുന്നതിന്റെ മുമ്പ് തിരിച്ചു വീട്ടിലെത്തിയും ചെയ്തോ? അതെ. പിന്നെന്തൊക്കെയാ സംഭവിച്ചതെന്ന് വെച്ചാൽ, പിന്നെ 7 ആകാശത്തേക്ക് അള്ളാഹു എന്നെ കൊണ്ടുപോയി. അതും കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. അപ്പോൾ അബൂജഹൽ ചോദിച്ചു, മുഹമ്മദേ എന്നോട് ഒറ്റ വിഷയം എനിക്ക് ചോദിക്കാനുള്ളൂ. ഇതുണ്ട് ഇല്ല എന്നൊന്നും അബൂജഹൽ പറഞ്ഞില്ല. അബൂജഹൽ ചോദിച്ചു, അൻത തുഹദ്ദിഥു, നീ വിവരം പറയോ മുഹമ്മദേ ഖൗമക, നിന്റെ കൂട്ടുകാരോട് നീ ഇത് പറയോ? ഇൻ ദഅഉതുഹും ലക, ഞാൻ അവരെ നിനക്ക് ഇപ്പം എന്ത് ചെലവ് വന്നാലും വിളിച്ചു കൂട്ടിത്തരാം. നിന്റെ സ്വന്തം ആളുകളോട് നീ ഇതൊന്ന് പറയോ? കാരണം മൂപ്പർക്കറിയാം, ഇതാണ് പറഞ്ഞ ഈ ആളുകൾ മൊത്തം അങ്ങോട്ട് പോയിക്കോളും. നീ പറയോ മുഹമ്മദ്, ഞാൻ നിന്റെ സ്വന്തം ആളുകളെ, നിന്റെ സ്വന്തക്കാരെ, നിന്റെ പാർട്ടിക്കാരെ ഞാൻ വിളിച്ചു കൂട്ടി തന്നാൽ അവരെ മുന്നിൽ പറയാനുള്ള ധൈര്യം ഉണ്ടോ? നബി തങ്ങൾ പറഞ്ഞു, പറയും എന്ന് പറഞ്ഞു. അങ്ങനെ അബൂജഹൽ എല്ലാരും വിളിച്ചു കൂട്ടി. ആ കൂട്ടത്തിൽ അബൂജഹൽ പറഞ്ഞത്രേ, വേഗം പോയിട്ട് അബൂബക്കർ സിദ്ദീഖിനെ കാണണം ഞമ്മക്ക്. കാരണം എന്താ? അബൂബക്കറിനെ കാണണം. അബൂബക്കറാണ് ഇവന്റെ കൂടെ ആദ്യം കൂടിയ ആള്. എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല. ഇത് ഞമ്മക്ക് ഉറപ്പാണല്ലോ, അബൂബക്കറും വിശ്വസിക്കൂല. കണ്ട, അബൂബക്കറും വിശ്വസിക്കൂല എന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് അബൂബക്കറിനെ പോയി കാണണം. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് കുറെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിട്ട് അബൂജഹലും ടീമും പോവാ അബൂബക്കർ സിദ്ദീഖിനെ തേടി. അബൂബക്കർ അള്ളാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അബൂബക്കറെ നീ അറിഞ്ഞോ, നിന്റെ കൂട്ടുകാരന്റെ അടുത്ത് പുതിയൊരു വിശേഷമുണ്ട്. എന്തേ? നിന്റെ കൂട്ടുകാരൻ നേരെ ബൈത്തുൽ മുഖദ്ദസിലും പോയി, അതുമല്ല 7 ആകാശത്തും പോയി, തിരിച്ചു വന്നു. വെളുക്കുന്നതിന് മുമ്പ് വീട്ടിൽ തന്നെ തിരിച്ചു വന്ന് ഉറങ്ങി എന്നാ പറയുന്നത്. ഏതായാലും അബൂബക്കറെ, ഇനിയെങ്കിലും ഇവന്റെ പിന്നിൽ നിന്ന് നീ പോരുന്ന് ഞങ്ങൾക്കൊരു ഉറപ്പുണ്ട്. അതിന് വന്നതാണ്. അബൂബക്കർ റളിയല്ലാഹുവിന് ഉടനെ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഫഹുവ സാദിഖ്, എന്റെ ഹബീബ് സത്യം പറയുള്ളൂ. ഉണ്ടാവാത്തതൊന്നും എന്റെ നേതാവ് പറയൂല, എന്റെ കൂട്ടുകാരൻ പറയൂല. പക്ഷെ എന്റെ ഹബീബ് പറഞ്ഞോ അല്ലേ, ഇതൊരു അത്ഭുത സംഭവമാണല്ലോ. അപ്പൊ നബി പറഞ്ഞോ അല്ലേ എന്ന് നബിനോട് തന്നെ ചോദിച്ചിട്ടേ ഞാൻ അതില് പ്രതികരിക്കുള്ളൂ. കാരണം നിങ്ങളെ എനിക്ക് വിശ്വാസമല്ല. കണ്ടാ, വന്നവരെ വിശ്വാസമല്ല, പക്ഷെ എന്റെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും. അങ്ങനെ വരെ കൂടെ അങ്ങോട്ട് പോരുകയാണ്. ഇവര് പറഞ്ഞു, ഇപ്പം വല്ലാത്തൊരു പടപ്പ് തന്നെയാണ്. വെറുതെയാണോ റസൂലുള്ള പറഞ്ഞത്? ഇസ്രാഇന്റെ സംഭവം
കേട്ടപ്പം തന്നെയോ എന്ന് ചോദിക്കാത്ത ഒരാളുണ്ടെങ്കിൽ സിദ്ദീഖ് മാത്രമാണ്. സിദ്ദീഖ് മാത്രമാണ്. അതാണ് സിദ്ദീഖിന്റെ ഈമാനിന്റെ പവർ. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി അവിടുന്ന് റസൂലുള്ളാഹിനോട് പറയിപ്പിച്ചു. എല്ലാവർക്കും ഒരു മനസ്സിനൊരു ചാഞ്ചാട്ടം അനുഭവപ്പെടുകയാണ്. എല്ലാവരും വിശ്വസിച്ചു. വിശ്വസിച്ചത് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാവരും ഉണ്ട്. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, മുഹമ്മദേ, ഈ ബഡായി വില പോകൂല. സദസ്സിൽ നിന്ന് പലരും എഴുന്നേറ്റിട്ട്, ഔഫിനെ പോലെയുള്ളവരൊക്കെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയി കണ്ടോനാ. ഭാഗത്ത് എത്ര വാതിലുണ്ട്? റസൂലുള്ളാഹിനോട് ചോദിക്കാൻ പറയണം. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇന്ന ഭാഗത്ത്, പടിഞ്ഞാറ് ഭാഗത്ത് ഇത്ര വാതില്, കിഴക്കു ഭാഗത്ത് ഇത്ര വാതില്, എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, വളരെ മൈന്യൂട്ടായ സംഗതികളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ജനലിന് എത്ര കമ്പിണ്ട് എന്നൊക്കെ ചോദിച്ചാല്, ഇത്ര അയ്യുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ, അതൊന്നും ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ പോയി പോന്നാൽ അറിയില്ലല്ലോ. അതൊക്കെ അങ്ങോട്ട് ചോദിക്കാൻ ഒരുങ്ങിയപ്പോ ഞാനതിനൊക്കെ മറുപടി പറഞ്ഞു. എനിക്ക് ചെറിയൊരു വിഷമം, ഒരു ഭയം ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയപ്പോഴേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ ഇങ്ങനെ വെച്ചു. നബി ദിക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞോളി, ഇവർ കാണുന്നില്ല ബൈത്തുൽ മുഖദ്ദസിന്റെ രൂപം. പിന്നെ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, തീർന്നോ? നിങ്ങൾക്ക് ഇത്രയല്ലേ അറിയുള്ളൂ? ഇനി അതിന്റെ ഓരോ മൂലയിലുള്ള പ്രത്യേകത ദിയേക്ക് നോക്കിയിട്ട് ആ സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുന്നത്. ഇവരങ്ങ് എസ് വെച്ചു. അതോടുകൂടെ പിന്നെ മോമിനിങ്ങൾക്കൊക്കെ ഉറപ്പായി സംഭവം പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. എന്റെ വിഷയം എന്താണെന്നറിയോ നിങ്ങൾ? ഇമാം റാസിയുടെ സമർത്ഥനം എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്രാഉം മിഅ്റാജും ഞാൻ സ്വപ്നം കണ്ടു എന്നാ പറഞ്ഞിരുന്നതെങ്കിൽ ഇവർ അബൂബക്കർ സിദ്ദീഖിന്റെ അടുത്ത് ഓടുവോ? കാരണം എന്താ? അള്ളാഹുവിനെ കാണാത്ത അള്ളാഹുവിനെ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ച സിദ്ദീഖുൽ അക്ബറിന് എന്തേ 1.5 മാസക്കാലം യാത്രയുള്ള സ്ഥലത്തേക്ക് ഞാനൊന്ന് യാത്ര പോകുന്നത് സ്വപ്നം കണ്ടു എന്ന് വിശ്വസിക്കുന്നതിന് എന്ത് അത്ഭുതമാണ് അവിടെ ഉള്ളത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ളാഹി അവരോട് പറഞ്ഞത് ഞാൻ ശാരീരികമായി പോയി എന്നാണ്. അല്ലെങ്കിൽ ഇതിനൊരർത്ഥമില്ല. ഇവര് ആളെ വിളിച്ചുകൂട്ടുന്നതിനും ആളുകളുടെ അടുത്ത് ഓടുന്നതിനും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞെങ്കിൽ ഇവര് ഓടണോ? അതിലും വലിയത് വിശ്വസിച്ച് നിൽക്കല്ലേ സിദ്ദീഖ്. പിന്നെന്താ സിദ്ദീഖ് ഇത് വിശ്വസിക്കൂലട്ടോ, നമുക്ക് തന്നെ ഉറപ്പാന്ന് ഇവര് പറയാൻ കാരണം? അപ്പൊ ശരിക്ക് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് എന്നാ. ഏതാവട്ടെ, ഇപ്പോ ഏറ്റവും ഇപ്പൊ ഫ്ലൈറ്റൊക്കെ വന്ന കാലല്ലേ, ഇപ്പോ അവർക്ക് അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അപ്പോ അത് ശരിയാണ് എന്ന് പറയാണ്. ഇവർ സത്യത്തിൽ മതവാദികളാണോ യുക്തിവാദികളാണോ എന്ന് അല്ലാഹു ആലം. ഇത് യുക്തിവാദല്ലേ? ഫ്ലൈറ്റിന്റെ സ്പീഡിലുള്ള യാത്ര കണ്ട് ബോധ്യപ്പെട്ടപ്പോ നബി അങ്ങനെ പോയിട്ടുണ്ടാവാം എന്ന് വിശ്വസിക്കുന്നു. അവിടെ നിർത്താൻ പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകാശത്തേക്ക് എങ്ങനെ കയറുക? ആകാശത്തേക്ക് കയറണമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ കൂടെ കരുതണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുമ്പോ ഓക്സിജൻ കൊണ്ടുപോയിരുന്നോ? ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യം. അതിനൊറ്റ മറുപടി എനിക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപ്പാപ്പ, ലോകത്തിന്റെ ഉപ്പാപ്പ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടത് എവിടെയാ? ചിന്തിക്കണം. അർശിന്റെ ചുവട്ടിലാണ് അല്ലെ സൃഷ്ടിച്ചിട്ടിരുന്നത്? അർശിന്റെ ചുവട്ടിലല്ലേ? മലായിക്കത്തുമായി വിജ്ഞാന ടെസ്റ്റ് നടത്തിയത് അർശിന്റെ ചുവട്ടെന്നല്ലേ? ആ അർശിന്റെ ചുവട്ടിൽ വല്ലിപ്പ ആദം നബി അലൈഹി ഇസ്ലാം ജീവിച്ചിട്ടുണ്ട്. പിന്നെയല്ലേ ഭൂമിയിലേക്ക് ഇറക്കിയത്? പിന്നെയല്ലേ? ആ വല്ലിപ്പാന്റെ ഒരു കുട്ടി ഇന്നും ആകാശത്ത് ജീവിക്കുന്നുണ്ട്. ആര്?
നബിതങ്ങൾക്ക് ആകാശത്തേക്ക് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞോല് പറയുന്ന കാര്യമാണ് പോയി പറയണത്. അവരെന്നെ വിശ്വസിക്കുന്നുണ്ട് ആ വല്ലിപ്പാന്റെ ഒരു കുട്ടി ഇപ്പോഴും ആകാശത്ത് ജീവിക്കുകയാണ്, സയ്യിദുന ഈസ അലൈഹിസ്സലാം. ഈസാ നബി ഇപ്പോഴും ആകാശത്താ ഉള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരനും അള്ളാഹുവിന്റെ ഹബീബിന്റെ മനുഷ്യന്റെ മൊത്തം പിതാവായ ഹബീബിന്റെ വല്ലിപ്പയായ ആദം നബി അലൈഹി ഇസ്ലാമിനും വാനലോകത്ത് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവരെക്കാൾ ഏറെ മഹത്വമുണ്ട് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ മുത്തുനബിക്ക് എന്ത് ഒരല്പസമയം ആകാശത്ത് ജീവിക്കുന്നതിനുള്ള തടസ്സം? മോമിനീങ്ങളോടാ ചോദ്യം, വിശ്വാസികളോട്. അല്ലാത്തവരോട് ഇത് നമുക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല, ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അല്ലാത്തവർക്ക് ഇത് വിശ്വസിക്കാം, തള്ളാം, കൊള്ളാം, ഒക്കെ ചെയ്യാം. അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കണ്ട. പക്ഷെ ഖുർആൻ ആണ് ഞങ്ങളുടെ പ്രമാണം എന്ന് പറയുന്നവർ ഇത് അംഗീകരിച്ചേ പറ്റൂ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം. ഇനിയോ സുബ്ഹാനല്ലദീ സറാ, രാത്രി പോയവൻ എത്ര വലിയ, രാത്രി പോയ ആള് എത്ര വലിയ പരിശുദ്ധനാണ്. അല്ലാഹ് ചോദിച്ചിട്ടില്ല സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയെ കൊണ്ടുപോയ റബ്ബ് എത്ര പരിശുദ്ധനാണ്. അങ്ങനെയാ ചോദ്യം, റബ്ബ് എത്ര പരിശുദ്ധനാണെന്നാ ചോദിച്ചത്. അപ്പൊ സത്യത്തില് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയൂല എന്നൊരു കൂട്ടർ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കുദ്റത്തിലാണ് അവർക്ക് സംശയം. അള്ളാഹുവിന്റെ കുദ്റത്തിലാണ് അവർ സംശയിക്കുന്നത്, അടിമയുടെ കുദ്റത്തിലല്ല. ഇപ്പോ 6 മാസമുള്ള ഒരു കുട്ടി, 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് നിങ്ങളോട് വന്നിട്ട് പറയാം ഞാൻ എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. മോനെ ഇത് വലിയ തൊള്ളേ കൊള്ളാത്ത വർത്താനം പറയല്ലേ അറിയില്ലേ? എവറസ്റ്റ് കൊടുമുടി കീഴടക്കി 6 മാസം പ്രായമുള്ള ഒരു കുട്ടി പറഞ്ഞാൽ, നേരെ മറിച്ച് ആ കുട്ടി പറയാണ് എന്റെ വാപ്പ എന്നെ എടുത്ത്, അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടി എന്റെ വാപ്പ എന്നെ എടുത്ത് എവറസ്റ്റ് കൊടുമുടി കീഴടക്കി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എന്താ പ്രയാസം? വാപ്പാക്ക് എന്താ കയറിക്കൂടെ? എന്നതുപോലെ ഇവിടെ പറഞ്ഞത് നബിതങ്ങൾ സ്വന്തം പോയി എന്നല്ല, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ന, അല്ലാഹു കൊണ്ടുപോയി ന. അത് വിശ്വസിക്കാൻ കഴിയാത്ത പടച്ചോന്റെ ഖുദ്റത്ത് നിഷേധിക്കുന്നവനാണ്. ഇങ്ങനെ വേണം മനസ്സിലാക്കാൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. ഇനി ആയത്തിലെ അടുത്ത വിശേഷം ബിഅബ്ദിഹി എന്നിടത്താണ്. അള്ളാഹുവിന്റെ അടിമയെ കൊണ്ടുപോയി മുഹമ്മദ് നബിയെ എന്ന് പറഞ്ഞിട്ടില്ല. എന്തേ ഇങ്ങനെ പറഞ്ഞത്? നിരുപാധികം അബ്ദ് എന്ന്, അള്ളാന്റെ അടിമാന്ന് നിരുപാധികം പേര് പറയാതെ അള്ളാഹു എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ വിശുദ്ധ ഖുർആനിൽ, അതുകൊണ്ടുള്ള ഉദ്ദേശം മുത്തുനബിയാണ്. അവിടെയൊക്കെ ഉദ്ദേശം മുത്തുനബിയാണ്. അൽഹംദുലില്ലാഹ്. അടിമയുടെ മേൽ കിതാബ് ഇറക്കിയ റബ്ബിനാ സർവസ്തുതിയും അവന്റെ അടിമയുടെ മേൽ. ആരാണത്? മുഹമ്മദുർ റസൂലുള്ളാഹി. അലാ അബ്ദിഹി മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ടില്ല, അലാ അബ്ദിഹിൽ കിതാബ്. അതുപോലെ നസലൽ ഫുർഖാന അലാ അബ്ദിഹി. ഇങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും അല്ലാഹു എന്റെ അടിമ നിസ്കരിക്കുമ്പോൾ ആ അടിമയെ തടയാൻ വന്നവനെ കണ്ടിട്ടുണ്ടോ? അബൂജഹലിനെ പറ്റി ചോദിക്കുന്നു. എന്റെ അടിമ എന്ന് പറഞ്ഞത് റസൂലുള്ളാഹിനെ പറ്റി. അപ്പോ അടിമാന്ന് അലൽ ഇത്ലാഖ്, നിരുപാധികം അള്ളാഹു എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതുകൊണ്ട് ഉദ്ദേശം സയ്യിദുനാ റസൂലുള്ളാഹിയാണ്. അതെന്താ കാരണം? പൂർണ്ണമായ ഉബൂദിയ്യത്ത് അള്ളാഹുവിനെ സമർപ്പിക്കാൻ കഴിഞ്ഞ ഒരു മഖ്ലൂക്ക് ഭൂമിയിലുണ്ടെങ്കിൽ അത് മുത്തുനബിയാ. അള്ളാഹുവിന്റെ അടിമ എന്ന് പൂർണ്ണമായി പറയാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അത് മുത്തുനബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം പൂർണ്ണമായ അടിമത്വം അള്ളാഹുവിന്റെ മുമ്പിൽ കാണിച്ചു. അള്ളാഹിന്റെ മുമ്പിൽ ഇത്രയധികം കൊച്ചായ ഒരു മഖ്ലൂക്ക് ഉണ്ടാവൂല.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഉസ്താദുമാരെ, റേഡിയോ ശ്രോതാക്കളെ, നമ്മുടെ ലൈവ് നമുക്ക് കാരത്തോട് നിന്ന് ബഹുമാനപ്പെട്ട ഷാഫി സർക്കാഫി മുണ്ടമ്പുഴയുടെ